ഇപ്പോൾ യാത്ര കൊച്ചുവേളി യശ്വന്ത്പുരയാണ്. അപ്പോൾ നമ്മുടെ ഗരീബിയത്തിലാണ് യാത്ര. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തതുണ്ട്. പഴയ ഗരീബിയത് മാറിയിട്ട് പുതിയ ഗരീബിയതോട്ട് മാറിയപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ പിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം വരെയുള്ള കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ആണ്. അതായത് നമ്മൾ ത്രൂ ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് ട്രെയിനുകൾ നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 4 to 5 hours ഉള്ളൊരു ട്രെയിൻ സ്പോട്ടിംഗ് ആണ്. പരവൂർ എത്തിയപ്പോൾ ഇവിടെ ഒരു ഫ്ലൈറ്റ് പുതുക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ബോക്സിൻ്റെ ഫ്ലൈറ്റാണ്. സദേൺ കോസ്റ്റ് റെയിൽവേ, സെൻട്രൽ റെയിൽവേയുടെയൊക്കെ പല ഇതാണ് ഇരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഉണ്ട്. ഇതിൽ മൂന്നാറിൽ ഇത് മാത്രമേ ഉള്ളൂ. ട്രാക്കിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവനോടെ കൊണ്ട് ഒതുക്കിയിട്ടേക്ക്. പരശുരാമ ഇപ്പോൾ പരവൂർ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരി വരെ പോകുന്ന പരശുരാമ എക്സ്പ്രസ്. വണ്ടി വരുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കണം. മൈസൂരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ കൊച്ചുവേളി മൈസൂരാണ് പുറകെ വന്നത്. നേരത്തെ പോകണം യശ്വന്ത്പുര ഗരീബിയതിന് മുമ്പ് പോകേണ്ട വണ്ടിയായിരുന്നു. പോയ വണ്ടി നമ്മുടെ കൊച്ചുവേളി മൈസൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മുടെ ഗരീബിയത്തിന് മുമ്പ് പോകേണ്ട വണ്ടിയായിരുന്നു. അപ്പോൾ അത് ലേറ്റായിട്ട് നമ്മുടെ ഗരീബിയത്തിന് മുമ്പേ കയറി പോകുന്നു. അപ്പോൾ അതിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരവൂർ ഇപ്പം പിടിച്ചിട്ട് നമ്മുടെ മൈസൂരാണ് ഇപ്പോൾ പാസ് ചെയ്ത് പോയത്. പിന്നിപ്പോൾ അത് ഓൺ ടൈം ആവും തോന്നുന്നു. വണ്ടി ഓൺ ടൈം ആക്കും. അപ്പോൾ അതിന് തൊട്ട് പുറകെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇടും. നമ്മളങ്ങനെ ഇപ്പോൾ കൊല്ലത്തെത്തിയിട്ട് കൊല്ലം സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികൾ ലേറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി സ്പോട്ട് ചെയ്തിടണം. നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ട്രെയിനിൽ നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. കുറേയൊക്കെ ലേറ്റായിട്ട് വരികയാണ്. ഇത് അറിയില്ല. കുറേ ട്രെയിനുകളെല്ലാം ലേറ്റാണ്. അപ്പോൾ നമ്മുടെ ഗുരുദേവ് എക്സ്പ്രസ് ഒക്കെ ഇനി വരാനുണ്ട്. ഗുരുദേവ് വരാനുണ്ട്. വിവേക് എക്സ്പ്രസ് നമ്മുടെ ലോങ്ങസ്റ്റ് ട്രെയിൻ ഇന്ത്യയിൽ അത് വരാനുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാം. എറണാകുളത്തുനിന്ന് മാക്സിമം നമുക്കിപ്പോൾ കിട്ടുന്ന ട്രെയിനെല്ലാം സ്പോട്ട് ചെയ്യാം. ശബരി മിസ്സായിപ്പോയി. ഞാൻ ജസ്റ്റ് അകത്തേക്ക് പോയ നേരത്തെ ശബരി മിസ്സായിപ്പോയി. ബാക്കി വരുന്ന ട്രെയിനുകളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാം.
കൊല്ലം സ്റ്റേഷനിലേക്ക് ഭയങ്കര ക്രിപ്പിംഗ് സോണോടെ കയറണം. ഇവിടെ ഈ വളവ് തീയും ഭയങ്കര ഒറ്റപ്പാടും ബഹളമാണ്. കൊല്ലത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അത്. വളഞ്ഞു കയറുന്ന കാണാൻ ഒരു കല തന്നെ. കൊല്ലം സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പൊ അത് ഏകദേശം തീരാറായെന്ന് ഈ സൈഡ് ക്ലിയർ ആയി. ഇപ്പുറത്ത് പാർക്കിംഗ് ചെയ്യണം തോന്നുന്നു. അപ്പുറത്ത് നല്ല സ്പീഡപ്പായിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നത്. കേരളത്തിലുള്ളയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകളും ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എല്ലാം എന്താ ഇവിടെ അകൃതിയായിട്ട് പണി നടക്കുക. ഇപ്പോഴത്തെ വിശാഖപട്ടണം കൊല്ലം ഒരു സ്പെഷ്യൽ കിടപ്പുണ്ട്. വീക്കിലിയാണ് വണ്ടി. അത് കൊല്ലത്തേക്ക് ഉള്ള ലോങ്ങസ്റ്റ് ട്രെയിനാണ്. വിശാഖപട്ടണത്തിൽ നിന്ന് കൊല്ലം വരെ വരുന്നൊരു വണ്ടിയാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശ് ടച്ച് ചെയ്ത് നെല്ലൂർ വഴി കൊല്ലത്തേക്ക് വരുന്ന വണ്ടിയാണ്. കൊല്ലത്ത് വന്നപ്പോൾ എന്താ റോയപുരത്തിൻ്റെ ഒരു P7 കിടപ്പുണ്ട്. നല്ല ക്ലീൻ ആക്കിയിട്ടേക്കുന്ന വണ്ടിയാണ്. കഴുകിയിട്ട പോലെ നല്ല പ്യൂർ വൈറ്റ്. പുനലൂർ മധുരൈ പാസഞ്ചറാണ് ഈ വരുന്നത്. കൊല്ലത്തെ പാലം പണി നടക്കരുത്. അടിപൊളി പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കുറേ ട്രെയിനുകൾ സ്പോട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 3-4 വണ്ടികൾ വരാനുണ്ട്. അതായത് നമ്മുടെ ഒരു എറണാകുളം കൊല്ലം മെമു വരാനുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മുടെ കേരള വരാനുണ്ട്. പിന്നെ നമ്മുടെ മെയിൻസ് ആണ് വന്ദേ ഭാരത്, പിന്നെ പാലരി, അങ്ങനെ കുറച്ച് വണ്ടികൾ ഇനി വരാനുണ്ട്. കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ മാക്സിമം കിട്ടുന്ന വണ്ടികളൊക്കെ സ്കിപ്പ് ചെയ്യാൻ പിടിക്കും. എന്തായാലും ആരും വന്ദേ ഭാരത് ചെയ്യാൻ പിടില്ല. അത് എന്തായാലും എടുക്കാൻ നോക്കും മാക്സിമം. അപ്പോൾ ബാക്കി ട്രെയിൻ നോക്കാം. ഇന്നത്തെ വന്ദേ ഭാരത് സ്പോട്ടിങ്ങിൽ പ്രത്യേകതകളുണ്ട്. നമ്മൾ 20 റേക്കിൻ്റെ വന്ദേ ഭാരതമായിട്ട് ഇതേവരെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്പോട്ട് ചെയ്യാൻ ഷോപ്പ് കിടക്കുന്നുണ്ട്. ഏതൊക്കെ ആർക്കും പിടുത്തം കിട്ടിയെങ്കിൽ ഒന്ന് പറയാം. WDG4 ആണ്. 4D ആണോ 4 ആണോ സംശയമുണ്ട്. WDG4 ആണ്. ഞാൻ ഇപ്പോൾ വെളിയിലോട്ട് നീച്ചായിട്ട് ഇറങ്ങാം. ഞാനിൻ്റെ മാർഗം മൊത്തം ടീമായിട്ടാണ് പോരുന്നത്. വേണാട് ഇവിടെ അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം പുറകെ 2-3 വണ്ടികളും കൂടെ വരാനുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്പോട്ട് ചെയ്യണം. അപ്പുറത്ത് വേണാടും എടുത്തു. വേണാട് ഇപ്പോൾ നിലവിൽ ഓടുന്ന AC കോച്ച് ശതാബ്ദിയുടെ നോർത്ത് അങ്ങോട്ടും ഓടുന്ന ഇതിൻ്റെ ശതാബ്ദി കോച്ച് എടുത്താണ് ഓടുന്നത്. ഒരു വ്യത്യാസമില്ല. നമ്മുടെ ഈ വേണാടും നമ്മുടെ ജനശതാബ്ദി കോട്ടയം വഴിയുള്ള ജനശതാബ്ദി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ LHB കോച്ചിന് കളറും കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ നമ്മുടെ ചെക്കനെ ഇപ്പോൾ പാസ് ചെയ്ത് പോയുള്ളൂ. 20 റേക്കുള്ള നമ്മുടെ
ഓറഞ്ച് വന്ദേ ഭാരത്. അതിപ്പോൾ 19 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടി ഇപ്പോൾ കോട്ടയത്തേക്ക് വന്നത്. അപ്പോൾ നിലവിൽ ഫോണിൽ ചാർജ് കുറവതിനായത് 5 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് എറണാകുളം വരെ ട്രെയിൻ സ്പോട്ട് ചെയ്യാനുള്ള ചാർജ് ഫോണില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോയുടെ മൈൻഡ് അപ്പ് ചെയ്യാം. നാളെ യശ്വന്ത്പുരം എത്തിയിട്ട് അവിടെ നിന്ന് ശ്രീ സത്യസായി പ്രശാന്തി ദേവനെ പോകുന്നൊരു വീഡിയോ ഫോട്ടോ ചെയ്യാം. അതൊരു ബൈ.